നമസ്കാരം, എല്ലാവർക്കും സൈലം IAS സ്വാഗതം. ഞാൻ അക്ഷയ് ഷാജി. എം ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റി എന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ 8th എഡിഷനെ ബേസ് ചെയ്തുള്ള സൈലം IASൻ്റെ യൂട്യൂബ് ഇനീഷ്യേറ്റീവിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ ആസ്പിറൻസിനും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ചരിത്രത്തെ പറ്റിയാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. 1773 റെഗുലേറ്റിംഗ് ആക്ട് മുതൽ 1892 കൗൺസിൽസ് ആക്ട് വരെ നമ്മൾ വിശദമായി വളരെ കോംപ്രിഹെൻസീവായി തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു. ആ നിയമത്തിൻ്റെ തുടർച്ചയായ മറ്റൊരു നിയമത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുൻപ് കൗൺസിൽസ് ആക്ടിൻ്റെ പൊതുവായിട്ടുള്ള ഉദ്ദേശം ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കൗൺസിൽസ് ആക്റ്റുകളുടെ, അതായത് 3 കൗൺസിൽസ് ആക്റ്റുകളുടെയും പൊതുവായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് നിയമനിർമ്മാണ കൗൺസിൽ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൂടാതെ ഇന്ത്യക്കാർക്ക് നിയമനിർമ്മാണ പ്രക്രിയയിൽ പ്രാതിനിധ്യം നൽകുക എന്നുള്ളതാണ് കൗൺസിൽസ് ആക്റ്റുകളുടെ പൊതുവായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. 1861 കൗൺസിൽസ് ആക്റ്റിലൂടെ ഡീസെൻട്രലൈസേഷൻ എന്ന ആശയത്തിന് തുടക്കം കുറിക്കുന്നു. വൈസ്രോയുടെ കയ്യിലുണ്ടായിരുന്ന അധികാരങ്ങൾ വൈസ്രോയ് തിരിച്ച് പ്രൊവിൻസസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നൽകുകയാണ്. അതുപോലെ 1892 കൗൺസിൽസ് ആക്റ്റിലേക്ക് വരുമ്പോൾ ഇലക്ഷൻ എന്ന പ്രക്രിയ കാണാൻ സാധിക്കും. പക്ഷേ ഇലക്ഷൻ എന്നുള്ള വാക്ക് നിങ്ങൾക്ക് ആ നിയമത്തിൽ കാണാൻ സാധിക്കില്ല. വാക്ക് ഉപയോഗിച്ചിരുന്നത് നോമിനേഷൻ എന്ന് മാത്രമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. സോ ടുഡേയ്സ് ടോപ്പിക് ഈസ് ദ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909. 1909 ഇന്ത്യൻ കൗൺസിൽസ് ആക്റ്റാണ്. നമ്മളെപ്പോഴും ഈ നിയമങ്ങൾ പഠിക്കുമ്പോൾ പിന്തുടരാറുള്ള പോലെ കൃത്യമായിട്ടുള്ള പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും നമ്മൾ ഈ നിയമവും മനസ്സിലാക്കുക. സോ വി വിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദി ബാക്ക്ഗ്രൗണ്ട്, ആ പശ്ചാത്തലം, ആ കാലഘട്ടത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ. വർഷം 1906 1906. ഈ 1906 2 പ്രധാനപ്പെട്ട ഇവൻറ്റുകളാണ് ലോകത്തിൽ തന്നെ ഉണ്ടായത്. ഒന്ന്, ബ്രിട്ടനിൽ ലിബറൽ പാർട്ടി അധികാരത്തിലേറുന്നു. അപ്പോൾ ലിബറൽ പാർട്ടി അധികാരത്തിലേറുമ്പോൾ ലിബറൽ വാല്യൂസ് പ്രൊമോട്ട് ചെയ്യും എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിചാരിച്ചു കൂടുതൽ ഇന്ത്യക്കാർക്ക് ഒരുപക്ഷെ ഭരണ സംവിധാനത്തിൽ പ്രാതിനിധ്യം ലഭിക്കും, ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾ, ഇന്ത്യക്കാരുടെ ഡിമാൻഡുകൾ കൂടുതലായി അംഗീകരിക്കപ്പെടും, ഇന്ത്യക്കാരുടെ റോൾസ് വർദ്ധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. സോ എക്സ്പെക്റ്റഡ് മോർ role for Indians in the Indian administration. ഇന്ത്യൻ ഭരണത്തിൽ ഇന്ത്യക്കാർക്ക് കൂടുതൽ പ്രാതിനിധ്യം ലഭിക്കും, കൂടുതൽ അവകാശങ്ങൾ ലഭിക്കും എന്നുള്ളതായിരുന്നു പൊതുവായിട്ടുള്ള ഒരു നിഗമനം എന്ന് പറയുന്നത്. അതേസമയം തന്നെ 1906 സംഭവിച്ചിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് വാസ് എസ്റ്റാബ്ലിഷ്ഡ്. അപ്പോൾ ഈ മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ, മുസ്ലിം ലീഗിൻ്റെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഇലക്ടോറേറ്റ് ആയിരുന്നു. സെപ്പറേറ്റ് ഇലക്ടോറേറ്റ് എന്താണ് ഈ സെപ്പറേറ്റ് ഇലക്ടോറേറ്റ് എന്നുള്ള കാര്യം ഞാൻ കൂടുതൽ വിശദമായി തന്നെ ഡിസ്കസ് ചെയ്യാം. തൽക്കാലം മനസ്സിലാക്കുക, മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് പ്രത്യേകമായിട്ടുള്ള ഇലക്ടോറേറ്റ് സംവിധാനമായിരുന്നു. രണ്ടാമത്തേത് മുസ്ലിം ലീഗ് പറഞ്ഞത് വൈസ്രോയ് ആരാണ് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ നിയമങ്ങളിൽ പറഞ്ഞതാണ്. ബ്രിട്ടീഷ് ക്രൗണിൻ്റെ, ബ്രിട്ടീഷ് കിരീടാവകാശിയുടെ ഇന്ത്യയിലെ ഡയറക്റ്റ് റെപ്രസെൻറ്റേറ്റീവിനെയാണ് നമ്മൾ വൈസ്രോയ് എന്ന് വിളിക്കുക. ഈ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രിക്ക് മന്ത്രിസഭയുള്ളതുപോലെ വൈസ്രോയുടെ മന്ത്രിസഭയാണ് നമ്മൾ എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്ന് വിളിക്കുക. ഈ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് 2 ഇന്ത്യൻസിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യണം. 2 ഇന്ത്യൻസിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യണം. അതിൽ ഒരാൾ നിർബന്ധമായും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നായിരിക്കണം. ഇങ്ങനെ 2 ഡിമാൻഡാണ് പ്രധാനമായും മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. 1909 ഇന്ത്യൻ കൗൺസിൽസ് ആക്ടിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇതാണ്. ബേസിക്കലി കൗൺസിലുകളുടെ എക്സ്പാൻഷൻ, അതുപോലെ തന്നെ ലിബറൽ പാർട്ടി ബ്രിട്ടനിൽ അധികാരത്തിലെത്തുന്നു എന്നുള്ളതുകൊണ്ട് ഇന്ത്യക്കാർക്ക് കൂടുതൽ പ്രാതിനിധ്യം, കൂടുതൽ റോള് ഭരണനിർവഹണത്തിൽ, ഭരണപരിഷ്കാരങ്ങളിൽ ലഭിക്കും എന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇന്ത്യൻ കൗൺസിൽസ് ആക്റ്റിലേക്ക് നമ്മൾ കടക്കുന്നത്.
സോ നമുക്ക് ആദ്യത്തെ പ്രൊവിഷൻ എന്താണ് എന്ന് നോക്കാം. ആദ്യത്തെ പ്രൊവിഷനെ പറ്റി ചർച്ച ചെയ്യുന്നതിന് മുൻപ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909 is popularly referred as മോർലി-മിൻറ്റോ റിഫോംസ്. മോർലി-മിൻറ്റോ പരിഷ്കാരങ്ങൾ എന്നാണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909 പോപ്പുലർലി വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. ലോർഡ് മിൻറ്റോ പ്രഭു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ലോർഡ് മിൻറ്റോ, ഹീ വാസ് ദി വൈസ്രോയ്. ഇദ്ദേഹമായിരുന്നു അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയ് ആയിരുന്നത്. ആൻഡ് മോർലി വാസ് ദി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രക്ചർ അറിയാം. ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ഇന്ത്യക്കകത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് ആർക്കാണ്? വൈസ്രോയ്ക്കാണ്. ഈ വൈസ്രോയ് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഒഫീഷ്യലാണ്, അല്ലെങ്കിൽ മറ്റൊരു റെപ്രസെൻറ്റേറ്റീവ് ആണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന് പറയുന്നത്. അദ്ദേഹം ബ്രിട്ടനിലാണ്. ബ്രിട്ടീഷ് പാർലമെൻറ്റ് മെമ്പറാണ്, ബ്രിട്ടീഷ് ക്യാബിനറ്റ് മെമ്പറാണ്. അദ്ദേഹം ബ്രിട്ടനിലെ ഒരു മിനിസ്റ്ററാണ്. അപ്പോൾ മോർലി വാസ് എ മിനിസ്റ്റർ ഇൻ ബ്രിട്ടൻ ആൻഡ് മിൻറ്റോ വാസ് ദ വൈസ്രോയ്. അതുകൊണ്ടാണ് 1909 ഇന്ത്യൻ കൗൺസിൽസ് ആക്ടിൽ നമ്മൾ എങ്ങനെ വിശേഷിപ്പിക്കുന്നത്? മോർലി-മിൻറ്റോ പരിഷ്കാരങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. സോ ദാറ്റ്സ് ആൻ അഡീഷണൽ പോയിന്റ്. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. മോർലി-മിൻറ്റോ റിഫോംസ് എന്നറിയപ്പെടുന്ന, എന്ന് റെഫർ ചെയ്യുന്ന ബ്രിട്ടീഷ് പാർലമെൻ്ററി സ്റ്റാറ്റ്യൂട്ട് ഏതാണ് എന്ന് ചോദിച്ചാൽ ദാറ്റ് ഇസ് ദി ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909. നൗ സി, എന്തെല്ലാമാണ് പ്രധാനമായും വന്നിട്ടുള്ള പരിഷ്കാരങ്ങൾ എന്ന് നോക്കാം. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, കൗൺസിൽസ് ആക്ടിൻ്റെ പൊതുവായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണ സഭകളുടെ എക്സ്പാൻഷനാണ്. അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇൻക്രീസ്ഡ് ദ സൈസ് ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. നിയമനിർമ്മാണ സഭകളുടെ സൈസ് വർദ്ധിപ്പിച്ചു, സ്ട്രെങ്ത് വർദ്ധിപ്പിച്ചു. ഏതെല്ലാം നിയമനിർമ്മാണ സഭകളുടെയാണ്? സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെയും അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെയും. എന്താണ് ഈ സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ? സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ വൈസ്രോയുടെ നിയമനിർമ്മാണ കൗൺസിലിനെയാണ് നമ്മൾ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് വിളിക്കുക. അപ്പോൾ വൈസ്രോയെ കൂടാതെ ബോംബെ, മദ്രാസ് പോലുള്ള പ്രൊവിൻസസിനും ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടല്ലേ. ബോംബെ പ്രൊവിൻസിന് ലെജിസ്ലേറ്റീവ് കൗൺസിലുണ്ട്, മദ്രാസ് പ്രൊവിൻസിന് ലെജിസ്ലേറ്റീവ് കൗൺസിലുണ്ട്. ഇവിടെ വൈസ്രോയ് അല്ല, ഗവർണർമാരാണുള്ളത്. അപ്പോൾ ഈ ഗവർണറുടെ ലെജിസ്ലേറ്റീവ് കൗൺസിലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് വിളിക്കുക. അതായത് ഈ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇന്ത്യൻ പാർലമെൻറ്റിനോട് ഉപമിക്കാം. ഇന്ത്യൻ പാർലമെൻറ്റ് കാരണം കേന്ദ്ര തലത്തിലെ നിയമനിർമ്മാണ സഭയാണ്. പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ നിയമസഭകളാണ്. ഇന്നത്തെ പശ്ചാത്തലത്തിൽ സംസ്ഥാനങ്ങളിലെ നിയമനിർമ്മാണ സഭകളാണ്, അല്ലെങ്കിൽ നിയമസഭകളാണ് എന്ന് മനസ്സിലാക്കുക. അതായത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുമായി ഉപമിക്കാം. ദാറ്റ്സ് ഇറ്റ്. തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. അപ്പോൾ ഈ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെയും പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെയും സ്ട്രെങ്ത് വർദ്ധിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. സോ നിങ്ങൾ നോക്കിയേ, നമുക്കൊരു സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുണ്ട്, പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഉണ്ട് അല്ലേ. സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഒന്നേ ഉള്ളൂ. പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് എന്ന് പറഞ്ഞാൽ പ്രൊവിൻസസിൻ്റെ നിയമനിർമ്മാണ സഭയാണ്. പ്രൊവിൻസസ് ഒന്നിലധികം ഉണ്ട് എന്നുള്ളത് കൊണ്ട് രാജ്യത്ത് ആ സമയത്ത്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്ന സംവിധാനത്ത് ആ സമയത്ത് ഒരുപാട് പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഉണ്ട്. ഈ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അംഗങ്ങളില്ലേ, ഇലക്റ്റഡ് മെമ്പേഴ്സ് ഉണ്ടല്ലോ. ഇലക്റ്റഡ് മെമ്പേഴ്സ് ഉണ്ട്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, 1892 കൗൺസിൽസ് ആക്ട് പ്രകാരം പേരിനാണെങ്കിൽ പോലും ഒരു ഇലക്ഷൻ നടത്തപ്പെട്ടിരുന്നു. അതുകൊണ്ട് സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഇലക്റ്റഡ് മെമ്പേഴ്സ് ഉണ്ട്, സംശയമൊന്നുമില്ല. അതേപോലെ തന്നെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ നോമിനേറ്റഡ് മെമ്പേഴ്സും എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ. നോമിനേറ്റഡ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആണ്. അപ്പോൾ അവരെന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ നോമിനേറ്റഡ് മെമ്പേഴ്സിനെ നമ്മൾ ഒഫീഷ്യൽ മെമ്പേഴ്സ് എന്നാണ് വിളിക്കുക. ഒഫീഷ്യൽ മെമ്പേഴ്സ്. ഇലക്റ്റഡ് മെമ്പേഴ്സിനെ നോൺ ഒഫീഷ്യൽ എന്നാണ് വിളിക്കുക. ഇലക്റ്റഡ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രധാനമായും ഇന്ത്യക്കാരായിരിക്കും. നോമിനേറ്റഡ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആയിരിക്കും. അപ്പോൾ
സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഇലക്റ്റഡ് മെമ്പേഴ്സും ഉണ്ട്, നോമിനേറ്റഡ് മെമ്പേഴ്സും ഉണ്ട്. കൂടുതലും ആരായിരിക്കും? നോമിനേറ്റഡ് മെമ്പേഴ്സ് ആയിരിക്കും. ഇനി പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലും ഇലക്റ്റഡ് മെമ്പേഴ്സ് ഉണ്ട്, നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ട്. ഇലക്റ്റഡ് മെമ്പേഴ്സിനെ ഒഫീഷ്യൽസ് എന്ന് വിളിക്കും, നോമിനേറ്റഡ് മെമ്പേഴ്സിനെ നോൺ ഒഫീഷ്യൽസ് എന്ന് വിളിക്കും. ഇലക്റ്റഡ് മെമ്പേഴ്സിനെ നോൺ ഒഫീഷ്യൽസ് എന്ന് വിളിക്കും, നോമിനേറ്റഡ് മെമ്പേഴ്സിനെ ഒഫീഷ്യൽസ് എന്ന് വിളിക്കും അല്ലേ? യെസ്. നൗ ശ്രദ്ധിക്കുക, ഈ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഇലക്റ്റഡ് ആൻഡ് നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ടെങ്കിലും ഭൂരിഭാഗവും ഇപ്പോഴും ആര് തന്നെയാണ്? ഭൂരിഭാഗവും ഇപ്പോഴും നോമിനേറ്റഡ് മെമ്പേഴ്സ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ കൂടുതലും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആണ്. ഇന്ത്യക്കാർക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകിയിട്ടില്ല. ഓഫ്കോഴ്സ് ഇന്ത്യക്കാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ആരാണ്? നോമിനേറ്റഡ് മെമ്പേഴ്സ് ആണ്. പക്ഷെ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് വന്നപ്പോൾ നോൺ ഒഫീഷ്യൽസിൻ്റെ എണ്ണം ഒഫീഷ്യൽസിനേക്കാൾ കൂടി. എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഇന്ത്യക്കാരടങ്ങുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒഫീഷ്യൽസ് അല്ലാത്തവരുടെ എണ്ണം നോൺ ഒഫീഷ്യൽസിനേക്കാൾ കൂടി. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് റിട്ടൺ ഹിയർ. Increased the size of legislative council at the central level and at the provincial level. കേന്ദ്ര തലത്തിലും പ്രൊവിൻഷ്യൽ തലത്തിലും ലെജിസ്ലേറ്റീവ് കൗൺസിലുകളുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിച്ചു. പക്ഷേ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഒഫീഷ്യൽ മെജോറിറ്റി തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആണ് കൂടുതൽ പേരും. പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് വന്നപ്പോഴോ നോൺ ഒഫീഷ്യൽ മെജോറിറ്റി ലഭിച്ചു. എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒഫീഷ്യൽസ് അല്ലാത്തവരായി കൂടുതൽ പേരും. എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ഇന്ത്യക്കാർക്ക് കിട്ടുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്കറിയാം ഈ ഇന്ത്യയിൽ മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നത് ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ പ്രധാനമന്ത്രിയാക്കുന്നു. പ്രധാനമന്ത്രി തൻ്റെ ടീം മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അംഗങ്ങളിൽ നിന്ന് ചൂസ് ചെയ്യുന്നു അല്ലേ? ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ് അല്ലെങ്കിൽ ഈ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് നടപ്പിലാക്കുന്ന സമയത്തുണ്ടായിരുന്ന ഇന്ത്യ, അന്നത്തെ വൈസ്രോയ്ക്കും അതുപോലെ തന്നെ ഗവർണർമാർക്കും മന്ത്രിസഭയുണ്ടായിരുന്നു. ആ മന്ത്രിസഭയെ പക്ഷേ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്നല്ല വിശേഷിപ്പിച്ചിരുന്നത്, എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. എക്സിക്യൂട്ടീവ് കൗൺസിൽ. അപ്പോൾ വൈസ്രോയ്ക്ക് എക്സിക്യൂട്ടീവ് കൗൺസിലുണ്ട്, അതുപോലെ തന്നെ ഗവർണർമാർക്കും എക്സിക്യൂട്ടീവ് കൗൺസിലുണ്ട്. എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മന്ത്രിസഭ എന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഇന്ത്യക്കാർക്ക് പ്രാതിനിധ്യം ലഭിച്ചു തുടങ്ങി. അതായത് ഇന്ത്യക്കാർ മന്ത്രിമാരാകാൻ തുടങ്ങി. കൂടുതലും ബ്രിട്ടീഷുകാർ തന്നെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ കൂടുതലും നോമിനേറ്റഡ് മെമ്പേഴ്സ് തന്നെ ആയിരിക്കും. പക്ഷെ കുറച്ചൊക്കെ ഇലക്റ്റഡ് മെമ്പേഴ്സിനും മന്ത്രിസ്ഥാനം ലഭിച്ചു തുടങ്ങി. അങ്ങനെ ആദ്യമായി വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക്, കേന്ദ്രത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്, വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട മെമ്പറാണ് സത്യേന്ദ്ര പ്രസാദ് സിൻഹ, SP സിൻഹ. സത്യേന്ദ്ര പ്രസാദ് സിൻഹ. ആൻഡ് നമുക്കറിയാം ഈ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ പോർട്ട്ഫോളിയോസ് ഉണ്ടായിരുന്നു അല്ലേ? നമ്മൾ കഴിഞ്ഞ കൗൺസിൽസ് ആക്റ്റുകളുടെ ഡിസ്കഷനിൽ പറഞ്ഞതാണ്. പോർട്ട്ഫോളിയോ സിസ്റ്റം ലോർഡ് കാനിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തു 1859 എന്ന് പറഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ റെസ്പോൺസിബിലിറ്റി ഓരോരുത്തർക്കായി നൽകി എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഈ സത്യേന്ദ്ര പ്രസാദ് സിൻഹയ്ക്ക് ഏത് വകുപ്പിൻ്റെ ചുമതലയാണ് നൽകിയത്? ലോ. ഹി വാസ് എ ലോ മെമ്പർ. നിയമ അംഗമായിരുന്നു സത്യേന്ദ്ര പ്രസാദ് സിൻഹ എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി സമ്മറൈസ് ചെയ്യാം, വളരെ ടെക്നിക്കലായിട്ടുള്ള കാര്യമാണ്, പ്രത്യേകം മനസ്സിലാക്കണം. ലെജിസ്ലേറ്റീവ് കൗൺസിലുകളുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുകയാണ് 1909 കൗൺസിൽസ് ആക്ട് പ്രധാനമായും ചെയ്തത്. സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെയും പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെയും സ്ട്രെങ്ത് വർദ്ധിച്ചു. സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഇലക്റ്റഡ് മെമ്പേഴ്സ് ഉണ്ട്, നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ട്. ഇലക്റ്റഡ് മെമ്പേഴ്സിനെ നമ്മൾ നോൺ ഒഫീഷ്യൽസ് എന്നാണ് വിളിക്കുന്നത്, നോമിനേറ്റഡ് മെമ്പേഴ്സിനെ നമ്മൾ ഒഫീഷ്യൽസ് എന്നാണ് വിളിക്കുന്നത്. നോമിനേറ്റഡ് മെമ്പേഴ്സാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒഫീഷ്യൽസ്. ഇലക്റ്റഡ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർ തിരഞ്ഞെടുക്കുന്ന മെമ്പേഴ്സാണ്. അപ്പോൾ ഈ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, അതായത് കേന്ദ്ര തലത്തിലെ നിയമനിർമ്മാണ കൗൺസിലിൽ ആരുടെ മെജോറിറ്റിയാണ് കീപ്പ് ചെയ്തത്? ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ, അതായത് നോമിനേറ്റഡ് മെമ്പേഴ്സിൻ്റെ, അതായത് ഒഫീഷ്യൽ മെജോറിറ്റി.
പക്ഷെ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് വന്നപ്പോൾ നോൺ ഒഫീഷ്യൽ മെജോറിറ്റി ലഭിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് കുറച്ചൊക്കെ എന്തോ ലഭിച്ചു എന്ന് മനസ്സിലാക്കാം. അതിനുശേഷം നമ്മൾ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഇന്ത്യക്കാരുടെ പ്രാതിനിധ്യത്തെ പറ്റി പറഞ്ഞു. എക്സിക്യൂട്ടീവ് കൗൺസിൽ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലും ഉണ്ട്, ഗവർണറുടെ എക്സിക്യൂട്ടീവ് കൗൺസിലും ഉണ്ട്. ഈ രണ്ട് എക്സിക്യൂട്ടീവ് കൗൺസിലുകളിലേക്കും ഇന്ത്യക്കാർക്ക് പ്രാതിനിധ്യം ലഭിച്ചു തുടങ്ങി. ആദ്യമായി വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പറായ ആള് ദാറ്റ് ഇസ് സത്യേന്ദ്ര പ്രസാദ് സിൻഹ ആൻഡ് ഹി വാസ് അപ്പോയിൻറ്റഡ് ആസ് എ ലോ മെമ്പർ. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. വീണ്ടും കൗൺസിൽസ് ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുകളെ ശാക്തീകരിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ 1892 കൗൺസിൽസ് ആക്ടിൽ നമ്മൾ പറഞ്ഞത് ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ കുറച്ചധികം അധികാരം ലഭിക്കണം എന്നുള്ളതായിരുന്നു ഇന്ത്യക്കാരുടെ ആവശ്യം. അങ്ങനെയാണെങ്കിൽ ബജറ്റ് സമയത്ത് ഇന്ത്യക്കാരുടെ അഡ്വൈസ് അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് ചോദിക്കണം. അതുപോലെ ബജറ്റിനോട് പ്രതികരണാത്മകമായി അല്ലെങ്കിൽ ബജറ്റിനോട് പ്രതികരിക്കുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു ഇന്ത്യക്കാരുടെ ഡിമാൻഡ്. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാൻ അനുവദിച്ചിരുന്നു. ഏത് നിയമപ്രകാരം? 1892 കൗൺസിൽസ് ആക്ട് പ്രകാരം. പക്ഷേ സപ്ലിമെൻ്ററി ചോദ്യം ചോദിക്കാൻ അനുവദിച്ചിരുന്നോ? ഇല്ല. 1909 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് പ്രകാരം നിയമനിർമ്മാണ കൗൺസിലുകളുടെ പവർ വീണ്ടും വർദ്ധിപ്പിച്ചു. അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യക്ക് വേണ്ടി ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ ബജറ്റിനെ ചോദ്യം ചെയ്യാമെന്ന് മാത്രമല്ല, ആ ചോദ്യത്തിനൊരു ഉത്തരം ബ്രിട്ടീഷ് ഗവൺമെൻറ് നൽകിക്കഴിഞ്ഞാൽ ആ ഉത്തരത്തെ വീണ്ടും ചോദ്യം ചെയ്യാം. അതായത് ഉത്തരത്തെ മറുചോദ്യം കൊണ്ട് വീണ്ടും ബുദ്ധിമുട്ടിലാക്കാം. ആ അധികാരമല്ലേ ശരിക്കും വേണ്ടത്? ഉത്തരങ്ങളോട് പ്രതികരിക്കാൻ സാധിക്കണ്ടേ? അതല്ലാതെ എൻ്റെ ചോദ്യത്തിന് ഒരു ഉത്തരം പറഞ്ഞാൽ അവിടെ കളി കഴിഞ്ഞു എന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ? ഇല്ല. എനിക്ക് വീണ്ടും ചോദ്യം ചോദിക്കാൻ പറ്റണം, എനിക്ക് സംശയം ചോദിക്കാൻ പറ്റണം. സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള പ്രൊവിഷൻ ഏർപ്പെടുത്തി. അതുമാത്രമല്ല, ബജറ്റിനെ സംബന്ധിച്ച് സഭയുടെ അഭിപ്രായം എന്താണ് എന്ന് എക്സിബിറ്റ് ചെയ്യാനുള്ള പ്രമേയങ്ങൾ പാസ്സാക്കാനും 1909 കൗൺസിൽസ് ആക്ട് അനുവദിച്ചു. അപ്പോൾ ബജറ്റിനോട് പൂർണ്ണമായി എതിർപ്പാണെങ്കിൽ ആ എതിർപ്പ് പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഉള്ള പ്രൊവിഷൻസും ഈ പറയുന്ന 1909 കൗൺസിൽസ് ആക്ട് ഇൻസേർട്ട് ചെയ്തു. ആൻഡ് ഫൈനലി കമ്മ്യൂണലിസം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? വർഗീയത എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. ഈ കമ്മ്യൂണലിസത്തിൻ്റെ ഒരു പ്രോഗ്രസ് ശക്തമാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച നിയമമാണ് 1909 കൗൺസിൽസ് ആക്ട് എന്ന് പറയുന്നത്. കാരണം മുസ്ലിം ലീഗിൻ്റെ കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന ഡിമാൻഡ്, ദാറ്റ് ഇസ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്ന ഡിമാൻഡ്, ഇത് അംഗീകരിക്കുന്ന നിയമം ഏതാണ് എന്ന് ചോദിച്ചാലും ദ ആൻസർ ഇസ് ദി ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909. എന്താണ് ഈ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ? സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ ഉള്ളത് സംവരണമാണ് അല്ലേ? റിസർവേഷനാണ്. റിസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്പോസ് തിരുവനന്തപുരം ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി, ഒരു ഉദാഹരണമാണ്, എക്സാമ്പിൾ മാത്രമാണ്. തിരുവനന്തപുരം ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി, തിരുവനന്തപുരം ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഹിന്ദുക്കളുണ്ട്, മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, പാഴ്സീസ് ഉണ്ട്, ജെയിൻസ് ഉണ്ട് എന്നൊക്കെ വിചാരിക്കുക. ജസ്റ്റ് നിങ്ങൾ ഇമാജിൻ ചെയ്യുക, തിരുവനന്തപുരം ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി മുസ്ലിം വിഭാഗത്തിന് റിസർവ് ചെയ്തു എന്ന് വിചാരിക്കുക. റിസർവ് ചെയ്താൽ എന്താ സംഭവിക്കുക? കാൻഡിഡേറ്റ്സ് മുസ്ലിംസ് മാത്രമായിരിക്കും അല്ലേ? മുസ്ലിം കാൻഡിഡേറ്റ്സ് മാത്രമായിരിക്കും. പക്ഷെ വോട്ടർമാരോ? ഹിന്ദുക്കൾക്ക് വോട്ട് ചെയ്യാൻ പാടില്ലേ? വോട്ട് ചെയ്യാം. മുസ്ലിംസിന് വോട്ട് ചെയ്യാൻ പാടില്ലേ? വോട്ട് ചെയ്യാം. ക്രിസ്ത്യൻസിന് വോട്ട് ചെയ്യാൻ പാടില്ലേ? വോട്ട് ചെയ്യാം. എന്ന് പറഞ്ഞാൽ വോട്ടർമാർ ജനറൽ ഇലക്ടറേറ്റ് ആണ് അല്ലേ? കാൻഡിഡേറ്റ്സ് പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവർ മാത്രമായിരിക്കും. ഇഫ് ഇറ്റ് ഇസ് റിസർവ്ഡ്, വോട്ടർമാർ ആരാണ്? ഇലക്ടറേറ്റ് ആരാണ്? അത് ജനറൽ ഇലക്ടറേറ്റ് ആണ്. ഇതാണ് ഇന്ന് നമ്മൾ ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന സിസ്റ്റം അല്ലേ? ഇന്ത്യയിൽ ഇന്ന് നടപ്പിലാക്കുന്ന സിസ്റ്റം ഇതാണ്. പക്ഷേ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം മുസ്ലിം വിഭാഗത്തിന് റിസർവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? മുസ്ലിം വിഭാഗക്കാർ മാത്രമേ വോട്ടും ചെയ്യൂ, മുസ്ലിം വിഭാഗക്കാർ മാത്രമേ മത്സരിക്കുകയും ചെയ്യൂ. വിച്ച് മീൻസ് ദർ വിൽ ബി എ സെഗ്രിഗേഷൻ. മുസ്ലിംസിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ മുസ്ലിംസ് മാത്രം മതി എന്നുള്ള തോന്നൽ മുസ്ലിങ്ങൾക്കുണ്ടാവും അല്ലേ? അങ്ങനെ
ഒരു സെഗ്രിഗേഷൻ, ഒരു ഡിവിഷൻ ഉണ്ടാകും. ആ ഡിവിഷൻ്റെ ഇടയിലൂടെ ഭരിക്കുക എന്നുള്ളതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് വാട്ട് ഡു യു മീൻ ബൈ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ കമ്മ്യൂണൽ ഇലക്ടറേറ്റ് സിസ്റ്റം. അതുകൊണ്ടാണ് വർഗീയത എന്ന ആശയം അല്ലെങ്കിൽ വർഗീയത എന്ന ഒരു സോഷ്യൽ എവിൽ പ്രോഗ്രസ് ചെയ്യാൻ തക്കവണ്ണത്തിലുള്ളൊരു ഒരു 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 വഴി വെട്ടിത്തെളിച്ച നിയമമാണ് 1909 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് വാട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് റിഗാർഡിംഗ് ദ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909. അടുത്ത വീഡിയോയിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919 നിങ്ങളെ കണ്ടുമുട്ടാം. വീണ്ടും ഈ സെഷൻ നിങ്ങൾക്ക് പ്രയോജനമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ റെസ്പോൺസ് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ലൈക്സിലൂടെയും ഷെയറിലൂടെയും സബ്സ്ക്രിപ്ഷനിലൂടെയും നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പാക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇത്തരം യൂട്യൂബ് ഇനീഷ്യേറ്റീവുകൾക്ക് ഏറ്റവും വലിയ പ്രോത്സാഹനമാവുക. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മോഡിഫിക്കേഷൻ ഈ സെഷനിൽ വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റിൽ മെൻഷൻ ചെയ്യാം, കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. വി ആർ ഓപ്പൺ ഫോർ ദാറ്റ്. സോ താങ്ക് യു വെരി മച്ച്. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാം. ഫോർ ദ ടൈം ബീയിങ്, ടേക്ക് കെയർ, ഗുഡ് ബൈ.